നന്മകൾ നിലനിർത്തുവാൻ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നന്മകൾ നിലനിർത്തണമെങ്കിൽ അത് ചെയ്തു എന്ന് ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം എന്നതാണ്. കഴിഞ്ഞ റമദാനിനേക്കാൾ കുറച്ചുകൂടി എൻ്റെ ഇബാദത്തുകളിൽ, എൻ്റെ ചിട്ടകളിൽ, എൻ്റെ ശ്രദ്ധകളിൽ ഞാൻ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവൻ ആയിരുന്നു. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. റമദാനിന് മുമ്പുള്ള ഞാനല്ല ഈ റമദാനിൽ ഉള്ളത് എന്ന് നമുക്ക് സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ഓർമ്മ ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ അത് നമുക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്ത് ലഭിക്കുന്ന ഒരു മാസം. 50 വർഷം ജീവിച്ച ഒരു മനുഷ്യന്, 70 വർഷം ജീവിച്ച ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജഹാലത്ത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ സകല തെറ്റുകളും പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. ഇത് അതേ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ വരും കാലങ്ങൾ ധന്യമായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഈ മാസത്തിന് റഹ്മാനായ റബ്ബ് നൽകിയ ഒരു പവിത്രത 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരു രാവ് നൽകി എന്നതാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കണം. നിങ്ങൾ അദ്കാറുകളിൽ മുഴുകണം. നിങ്ങൾ ഖുർആൻ പഠനത്തിലും പാരായണത്തിലും നിരതരായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിനോട് വിട്ടുവീഴ്ചയെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ 1000 മാസം അതിനേക്കാൾ കൂടുതൽ അധ്വാനിക്കേണ്ടുന്ന പ്രതിഫലം അല്ലാഹു ആ ഒരൊറ്റ രാത്രി കൊണ്ട് നൽകുമെന്നാണ്. ഇതിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനിയും നമുക്ക് ദിനങ്ങൾ ബാക്കിയുണ്ട്. ഈ റമദാൻ എന്തായിരുന്നു? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള അനുഗ്രഹീതമായ നിമിഷങ്ങൾ കൊണ്ട് ധന്യമാണ് പരിശുദ്ധ റമദാൻ. ഒരു സ്വാഇം, ഒരു നോമ്പുകാരൻ എപ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്ക് അല്ലാഹു ജവാബ് നൽകുമെന്നാണ്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. റമദാനിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നാം മുഴുകിയിരുന്നത് എന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ ഈ നന്മകൾ നമുക്ക് പ്രകാശമായി കടന്നു വരിക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങൾ ഒരു നോമ്പുകാരനായിരിക്കെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. തീർന്നില്ല, റസൂലുള്ളാഹി പറയാ, നോമ്പ് തുറക്കുമ്പോൾ ഒരു മുഅ്മിൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. ഒരു ബാങ്ക് വിളിച്ചു, ആ ബാങ്കിന് ശേഷം ഇഖാമത്തിന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, യഥാർത്ഥത്തിൽ അനർഘമായ നിമിഷങ്ങളാണ് അവ ഓരോന്നും. ആ 15 മിനിറ്റിലൂടെ മിടിച്ചു പോകുന്ന ഓരോ സെക്കൻഡുകളും അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, നാദാ ഞാനിതാ പശ്ചാത്തപിക്കുന്നു, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് ഒരു മുഅ്മിൻ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അല്ലാഹ് പറയാ, ആ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ട് എന്നാണ്. നമ്മൾ ക്ഷീണം മറന്ന് തറാവീഹ് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഫർള് നമസ്കരിക്കുകയാണ്. ആ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകൾ എല്ലാം ഇസ്തിജാബത്തിൻ്റെ ഉത്തരം ലഭിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസികളെ, വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ റമദാനിൻ്റെ അവസാനത്തെ 10 ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓർക്കാനും സന്തോഷിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ അള്ളാഹുവിന് പ്രത്യേകമായ സമയമുണ്ട്. അതിൽ അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നവരെ, അള്ളാഹുവിനോട് ചോദിച്ചവരെ
നരകത്തിൽ നിന്ന് സമ്പൂർണമായി മോചിപ്പിക്കുമെന്ന്. നരകമോചനത്തിനു വേണ്ടിയുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. ആ പരിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളും അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, നാദാ നിന്നോട് ഞാനിതാ സ്വർഗത്തെ ചോദിക്കുന്നു, വ അസ്തജീറുക മിനൻ നാർ, നാദാ നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന പ്രഭാതത്തിൽ ഒരാൾ 3 തവണ മാത്രം ആവർത്തിച്ചാൽ, സുബഹി നമസ്കാരത്തിന് ശേഷം ആ പ്രഭാതത്തിൽ 3 തവണ നരകമോചനവും 3 തവണ സ്വർഗപ്രവേശനവും ആത്മാർത്ഥമായി ഒരാൾ ചോദിച്ചാൽ, റഹ്മാനായ റബ്ബിൻ്റെ റസൂല് പറഞ്ഞു, ആ മനുഷ്യന് വേണ്ടി സ്വർഗം പറയുമത്രേ, അല്ലാഹുവേ ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. ഈ മനുഷ്യന് വേണ്ടി നരകം പറയുമത്രേ, അല്ലാഹുവേ ഇവനെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ എന്ന് പറയുമത്രേ. അത്ര അനുഗ്രഹീതമായ നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ മാസമാണ് ഈ കഴിഞ്ഞ 25 രാപ്പകലുകൾ. അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ നന്മകൾ നിലനിർത്തുവാനുള്ള ആഗ്രഹം അള്ളാഹു കബൂൽ ചെയ്യുക തന്നെ ചെയ്യും. വിശ്വാസികളെ, എന്തായിരുന്നു പരിശുദ്ധ റമദാൻ? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടപ്പെടുകയും പിശാച് ചങ്ങലക്ക് ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്ത സുരക്ഷിതമായ ഒരു സമയമായിരുന്നു, അല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നന്മക്ക് തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന പിശാച് മാത്രമാണ്. നന്മയെക്കുറിച്ചറിയാഞ്ഞിട്ടല്ല, നന്മയുടെ വാക്കുകൾ കേൾക്കാഞ്ഞിട്ടല്ല, ആ നന്മയുടെ മാർഗങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടെല്ലാം എല്ലാം അറിയാം. എന്താണ് അവന് തടസ്സം? അവൻ്റെ മനസ്സിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അതിശക്തനായ പിശാച് മാത്രമാണ് തടസ്സം. നിന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകും, അത് നിനക്ക് തികയാതെ പോകും, നിന്റെ തലമുറക്ക് ലഭിക്കാതെ പോകും എന്ന് അവൻ നമ്മളോട് 1000 തവണ ആവർത്തിക്കുന്നു. 1-2 തവണ നമ്മളോട് ചോദിക്കുന്ന ഒരു മനുഷ്യൻ്റെ നന്മയുള്ള വർത്തമാനങ്ങൾക്കെതിരെ 1000 ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈമാൻ ദുർബലമായവൻ അവൻ താഴ്ന്നു പോകുന്നു. അവൻ തീരുമാനിച്ചാൽ തന്നെ അടുത്ത നിമിഷത്തിൽ പിശാച് അവനെ സ്വാധീനിക്കുകയും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റിക്കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടോ? നമുക്കങ്ങനെ അനുഭവമുണ്ടോ? എങ്കിൽ അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കേണ്ടിയിരുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കുകയും നരക കവാടങ്ങൾ അടച്ചു വെക്കുകയും ചെയ്ത് പിശാചുക്കളെ ബന്ധിച്ച് ഒരു മുഅ്മിനിനോട് ആവശ്യപ്പെട്ടു, നീ നന്മയുടെ ലോകത്തേക്ക് കടന്നു വരണമെന്ന്. നമുക്ക് സാധിച്ചുവോ? കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെക്കുറിച്ച് എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കൂ. എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നരകമോചനത്തിൻ്റെ ദിനത്തിൽ, ഈ നരകമോചനത്തിൻ്റെ സുവർണാവസരത്തിൽ, ഈ സ്വർഗപ്രവേശനത്തിൻ്റെ ആഹ്ലാദ നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ റഹ്മാനായ റബ്ബിനോട് അമലു സ്വാലിഹാത്തുകൾ സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തി എൻ്റെ നാവുകൾ അടക്കി വെച്ച് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഞാനൊരു നല്ല മുഅ്മിനായി, നല്ലൊരു മുസ്ലിമായി, നല്ലൊരു മുത്തഖിയായി, നല്ല ജീവിത കാഴ്ചപ്പാടുള്ളവനായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള ആഗ്രഹം അള്ളാഹു സമ്പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ റമദാൻ എന്തിനു വേണ്ടി ഉള്ളതായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? അത് കേവലം ഒരു മാസപ്പിറവിയിൽ നിന്ന് തുടങ്ങി അടുത്ത മാസപ്പിറവിയിൽ 12 മാസങ്ങൾ ആവർത്തിക്കുന്നത് പോലെ കടന്നു പോയതല്ല. മറിച്ച് ഈ പരിശുദ്ധ റമദാൻ മനുഷ്യന് മാത്രം പ്രത്യേകതയുള്ള, അവൻ്റെ ജീവിതത്തിൽ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് മുൻകടക്കണമെന്ന് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവൻ തിന്മ ചെയ്യാൻ, തെറ്റുകൾ മാത്രം ചെയ്യാൻ അവനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മാറിക്കൊണ്ടിരുന്ന നമ്മെ ഇല്ല, ഞാനില്ല, ഞാനിതാ ഒരു നല്ല മനസ്സിൻ്റെ തെറ്റുകുറ്റങ്ങളുടെ ലോകത്തു നിന്ന് സുരക്ഷിതരാകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. ഞാനിതാ കഴുകിക്കളഞ്ഞിട്ടുണ്ട്, ഞാനിതാ വൃത്തിയാക്കിയിട്ടുണ്ട്, ഞാനിതാ മടങ്ങിയിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കില്ലെന്ന് പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഹൃദയത്തിലെ കറകൾ മുഴുവൻ ശുദ്ധീകരിക്കാൻ
അള്ളാഹു നിയമിച്ചു തന്ന, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരു കാലയളവ്, ഒരു മാസക്കാലം. ആ ഒരു മാസക്കാലത്തെ രാപ്പകലുകൾ നമുക്കിതാ കടന്നു പോകുന്നു. ഈ ദിനങ്ങളിൽ അള്ളാഹുവിനോട് തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? എങ്കിൽ ഈ നന്മകൾ വരും 11 മാസങ്ങളിലേക്ക് പ്രതീക്ഷയായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതിൻ്റെ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കമുണ്ട്. അതെന്താണെന്നറിയോ? ഈ പരിശുദ്ധ റമളാനിന് മുമ്പുള്ള നമ്മുടെ ഇബാദത്തിൻ്റെ ജീവിതം, ഇനി പരിശുദ്ധ റമളാനിന് ശേഷമുള്ള എൻ്റെ ജീവിതം, ഇതിനെ ഒന്ന് തുലനം ചെയ്യാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കുമോ? ഞാൻ ആ പരിശുദ്ധ റമളാനിൻ്റെ 1-ാമത്തെ ദിനത്തിൻ്റെ സുബഹി ജമാഅത്ത് മുതൽ ഇന്ന് അവസാനിച്ച സുബഹി വരെ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടമായിട്ടില്ല. ബോധപൂർവം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പുരുഷന്മാർ അവരുടെ മക്കളുടെ കൂടെ ജമാഅത്തായിക്കൊണ്ട് തന്നെയാണ് 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചത് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് കാത്തിരിക്കാം. എൻ്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും 1-ാമത്തെ കാര്യം, 8 കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. അതിവിശാലമായ സൗന്ദര്യമുള്ള കവാടങ്ങൾ. ആ കവാടങ്ങളിൽ നിങ്ങൾ ബഹുമാനപൂർവം നിങ്ങളുടെ പിതാക്കളുടെ പേര് ചേർത്ത് ആദരപൂർവ്വം മലക്കുകൾ വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ഗുണവിശേഷങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്സലാത്തു ഫി വഖ്തിഹാ. ആ മുഅ്മിനായ പെണ്ണ് അവളുടെ നമസ്കാരം വളരെ കണിശമായിരിക്കും, അതിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും. അവൾ തൻ്റെ നമസ്കാരം അവ്വൽ വക്തിൽ ബാങ്ക് വിളിച്ച ആ നിമിഷാർദ്ധം മുതൽ വുളുവെടുത്ത് സുന്നത്ത് നമസ്കരിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി ഫറളിലേക്ക് അവൾ പ്രവേശിക്കുന്നവളായിരിക്കും. അതാണ് അവളുടെ ദിനചര്യ, അതാണ് അവളുടെ ജീവിതത്തിൻ്റെ ക്രമം. അതിലൂടെയാണ് അവൾ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും കെട്ടിപ്പടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുവെങ്കിൽ സഹോദരിമാരെ, ഇതിൻ്റെ നന്മകൾ നിലനിർത്തുന്നതിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, നമ്മൾ തറാവീഹ് വളരെ ആത്മാർത്ഥമായി, വളരെ ശ്രദ്ധയോടുകൂടി, അല്ലേ, വളരെ ഇഖ്ലാസോടുകൂടി പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിർവഹിക്കുന്നു. ഒരു ക്ഷീണമില്ല, ഒരു തളർച്ചയില്ല, ഒരു വിഷമമില്ല. ആ ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും വളരെ സന്തോഷമാണ്. ആ വിത്ര നമസ്കരിച്ചതിന് ശേഷം സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് റഹ്മാനായ റബ്ബിനെ വാഴ്ത്തുമ്പോൾ നാദാ തഖബ്ബൽ മിന്നാ തഖബ്ബൽ മിന്നാ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി, നാദാ സ്വീകരിക്കണേ, നാദാ സ്വീകരിക്കണേ, വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ, എനിക്ക് സ്വർഗം നൽകണേ റബ്ബേ, തൗബ സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോടും വർണ്ണിക്കാൻ കഴിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ഒരു അനുഭൂതിയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്. അത് നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അത് ഈമാനിൻ്റെ ലക്ഷണമാണ്. ശരി, എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ തീരുമാനം എന്താണ്? ഈ തറാവീഹ് എന്ന നമസ്കാരത്തിന് 2 പേരുകൾ കൂടി നൽകി ഇതിനെ ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖിയാമുൽ ലൈലാണ്, അത് തഹജ്ജുദാണ്. ഈ റമളാനിന് മുമ്പ് തഹജ്ജുദിലൂടെ ഖിയാമുൽ ലൈലിലൂടെ കടന്നു വന്ന് തറാവീഹിലൂടെ ജീവിച്ച് ഇനിയും ഞാൻ ഖിയാമുൽ ലൈലിലേക്ക് തഹജ്ജുദിലേക്കാണ് നീങ്ങുന്നത് എന്ന് തീരുമാനമുണ്ടെങ്കിൽ അതെൻ്റെ 11 റക്അത്ത് ഞാൻ സമ്പൂർത്തീകരിച്ച് ഞാനൊരു 2 മണിക്ക് എഴുന്നേറ്റ് അല്ല, ഈ അലാറം വെച്ച സുബഹിന്റെ മുമ്പ് അത്താഴം കഴിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള അലാറം എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ അവസാനിപ്പിക്കുകയില്ല. ആ 4 മണിക്ക്, ആ 4:15 ആ അലാറം ഇനിയും എൻ്റെ ഫോണിൽ നിന്ന് ഉയരും. ഞാൻ എഴുന്നേൽക്കും, ഞാൻ നമസ്കരിക്കും, ദീർഘമായി തന്നെ നമസ്കരിക്കും. എനിക്ക് ഖുർആൻ അറിയാത്ത പ്രശ്നമില്ല, എനിക്ക് ഹിഫ്ള് അല്ലെങ്കിലും ഞാൻ എന്നും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നവനായിരിക്കും, ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നവളായിരിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു യഖീൻ എനിക്കും നിങ്ങൾക്കും ഈ പരിശുദ്ധ റമളാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വികാരമായി, ഒരു സംതൃപ്തിയായി, ആത്മനിർവൃതിയായി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം നാളെയുടെ ലോകത്ത് ഇത് ഏറ്റവും വലിയ പ്രതിഫലാർഹമായ കാര്യമായിരിക്കും. ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഒരു പകലിൽ നാം ഖുർആൻ കയ്യിൽ വെച്ചിട്ടില്ല,
ഇന്ന് ഇവിടെ പലർക്കും ക്ഷീണമുണ്ട്, പലർക്കും ഇന്ന് എത്തിപ്പെടാൻ വൈകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ കാരണം? ഇന്നലെ മുഴുവൻ ഖുർആൻ പാരായണത്തിലാണ്, രാത്രി മുഴുവൻ ഖുർആൻ പഠനത്തിലാണ്. ഇന്നലെ തുടങ്ങിയതല്ല. പരിശുദ്ധ റമളാൻ ഒന്നെന്ന് പറയുന്നതിൻ്റെ റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ തുടങ്ങിയതാണ് പാരായണം. 1 പൂർത്തിയാക്കിയവരുണ്ട്, 2 പൂർത്തിയാക്കിയവരുണ്ട്, 3 പൂർത്തിയാക്കിയവരുണ്ട്, അല്ലേ? അതിനേക്കാൾ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഉണ്ട്. ഈ റമളാൻ ആകുമ്പോഴേക്കും 5 എത്തണം, ഇന്ന് ഈ റമളാൻ ആകുമ്പോഴേക്കും അതിൽ കൂടുതൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ. ശരി, ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പെരുന്നാളിൻ്റെ സുദിനത്തോടു കൂടി അവസാനിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ആ വിശുദ്ധ ഖുർആൻ എൻ്റെ കയ്യിൽ നിന്ന് 5 നേരത്തെ 5 വഖതുകളിലും ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും, എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴും, പള്ളിയിൽ ഇരിക്കുമ്പോഴും, വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ ഇരിക്കുമ്പോഴും ഒക്കെ ഇനി എൻ്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നന്മയുടെ തുടർച്ച അള്ളാഹു തന്നെ നിഅമത്തായി നമുക്കുണ്ടാക്കി നൽകും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിനെ കൂടെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, അല്ലേ? ഈ ദീനീ പഠനം ഇന്ന് എത്തിപ്പെടാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് പലരും, അല്ലേ? പള്ളിയിൽ നിന്ന് രാവിലെ ശുറൂക്കിൻ്റെ നമസ്കാരവും നിർവഹിച്ചാണ് പലരും വീട്ടിലെത്തിയത്, അല്ലേ? കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. അവൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ദിക്റിലും പ്രാർത്ഥനയിലുമായി മുഴുകി പ്രഭാതം സൂര്യൻ ഉദിച്ച് ഒന്ന് ഉയർന്നതിന് ശേഷം 2 റക്അത്ത് അവൻ നമസ്കരിച്ച് പള്ളിയിൽ നിന്നിറങ്ങിയാൽ അള്ളാഹ് പറഞ്ഞതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവന് പൂർണ്ണമായി ഹജ്ജും ഉംറയും താമത്തൻ പരിപൂർണമായി ഹജ്ജ് ഉംറ നിർവഹിച്ചതിൻ്റെ കൂലി കിട്ടുന്ന, എല്ലാ പ്രഭാതത്തിലും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഇതിലും പര ഒരു സൗഭാഗ്യം വേണോ? അത് നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ എത്തിയത്. തീരുമാനിക്കണം. ഇത് റമളാനിൽ നേരത്തെ പള്ളിയിലെത്തിയത് കൊണ്ട് തുടങ്ങി വെച്ച പുതിയ ആചാരമല്ല, പുതിയ അനുഷ്ഠാനമല്ല. ഇതെൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ഇതെൻ്റെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിട്ടയോടുകൂടി കടന്നു വന്നിട്ടുള്ള ഒരു ഇബാദത്തല്ലേ റവാത്തിബ് നമസ്കാരം. ഒരു വീട് വെക്കാൻ ഞാനും നിങ്ങളും 50 ലക്ഷം സ്വരുക്കൂട്ടാൻ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ദായിമായി സ്ഥിരമായി റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി 10-12 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ വീടുണ്ട് എന്നാണ്. അള്ളാഹു അവന് വേണ്ടി പ്രത്യേകമായി വീട് നിർമ്മിക്കും എന്നാണ്. നോക്കൂ നിങ്ങൾ, സുബഹിന്റെ മുമ്പ് 2, ദുഹറിന് മുമ്പ് 2-4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, ഇങ്ങനെ 12 റക്അത്ത് നമസ്കരിക്കുന്നവന് സ്വർഗത്തിലാണ് വീട്. വിശ്വാസികളെ, എൻ്റെയും നിങ്ങളുടെയും ദുനിയാവിലെ കൺകുളിർമയാണ് നാം അധ്വാനിച്ചുണ്ടാക്കിയ വീട് എങ്കിൽ ആ അധ്വാനമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. കേവലമായി ഈ 2 റക്അത്ത് നമസ്കാരം ഇത് നഷ്ടപ്പെടുത്താത്തവരാണ് എൻ്റെ ഇരിക്കുന്ന ഈ സഹോദരന്മാർ. ചിന്തിക്കണേ, നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സിനെ? നഷ്ടപ്പെടില്ലെന്ന്, ഞാൻ ഒഴിവാക്കില്ലെന്ന്. ഏത് കൂടെ റസൂലുള്ളാഹി പറഞ്ഞു എന്നറിയോ? ദായിമായി ഒരാൾ നമസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് നിർവഹിക്കാൻ സാധിച്ചില്ല. ഒരിക്കൽ സുബഹിക്ക് പള്ളിക്ക് വന്നപ്പോൾ അവന് വീട്ടിൽ നിന്ന് നിർവഹിക്കാൻ പള്ളിയിലെത്തിയപ്പോൾ അതിന് സാധിച്ചില്ല. റസൂലുള്ളാഹി പറയാ, അവന് വേണമെങ്കിൽ ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആ റവാത്തിബ് വീട്ടാം എന്നാണ്. അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്, അത്രമാത്രം ശ്രദ്ധ ആ വിഷയത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ച് കഴിഞ്ഞൊരു വിഷയത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നഷ്ടപ്പെട്ടാൽ നമ്മൾ വിചാരിക്കും, അത് ഇന്നലെ മിസ്സായി, ഇനിയിപ്പം ഇനി വേണ്ട, ഞാൻ പോട്ടെ. അങ്ങനെയല്ല. അത് നഷ്ടപ്പെട്ട ആ സമയം അതിന് ചില കാരണങ്ങളുണ്ടാവും. ശറഈയായ കാരണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ അത് നിർവഹിക്കാൻ പോലും ആ റവാത്തിബിൻ്റെ കാര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് നൽകിയിട്ടുണ്ട്. ശരി, ദീനിൻ്റെ പഠനം, അല്ലേ? നമ്മൾ എത്ര ആയത്തുകളാണ് കേട്ടത്, എത്ര ഹദീസുകളാണ് കേട്ടത്, അല്ലേ? ഞായറാഴ്ചകൾ ധന്യമായ മുഹൂർത്തങ്ങളായിരുന്നു. 9:30 മുതൽ 12:30 വരെയുള്ള സമയം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടവരാണ് നമ്മൾ. എങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ടാവണം, അതിൻ്റെ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. കേൾക്കാനും അറിയാനും വായിക്കാനുമുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് വിശ്വാസികളെ, ഇതായിരുന്നു റമളാൻ. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഭക്ഷണം ഉപേക്ഷിച്ചത്. നമ്മുടെ ഷുഗറും നമ്മുടെ കൊളസ്ട്രോളും നമ്മുടെ ശാരീരിക അവശതകളും ഒക്കെ മറന്ന്
റഹ്മാൻ, അർഹമുർ-റഹീം എന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ, ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നവനെ തോൽപ്പിക്കാനാണ് നമുക്ക് പറ്റേണ്ടത്. ആരാണ് തടസ്സം നിൽക്കുന്നവൻ? അവനാണ് ശപിക്കപ്പെട്ട പിശാച്. ശപിക്കപ്പെട്ട പിശാച് അവനാണ്. അവനെ തോൽപ്പിക്കുവാൻ നമുക്ക് ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തറിയോ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അദ്വമുഹാ വ ഇൻ ഖല്ല, നീ ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വൃത്തിയായി വെടുപ്പായി സ്ഥിരമായി ചെയ്യുക എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വ ഇൻ ഖല്ല, നീ കുറച്ചാണ് ചെയ്യുന്നതെങ്കിലും അതിനൊരു സ്ഥിരത നിനക്ക് ഉണ്ടാവണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ ഇബാദത്തുകളാണല്ലോ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അത് നഷ്ടപ്പെടാതിരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പരിചയമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയാം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ലിൽ അബ്ദി, തീർച്ചയായും അദ്ദിക്റു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് ലിൽ അബ്ദി ഒരു അടിമക്ക് ബിമൻസിലത്തിൽ ഹിസ്നിൽ ഹസീൻ, ഒരു അടിമക്ക് ദിക്ർ, ഒരു ദാസന് ശൈത്താനിൽ നിന്ന് സംരക്ഷണം നേടാൻ ആശ്രയിക്കാവുന്ന ശക്തമായ കോട്ടയാണ്. അല്ലദീ യതഹസ്സനു ബിഹി മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് അവനെ സുരക്ഷിതത്വം നേടാൻ അവന് ഏറ്റവും നല്ല കോട്ട എന്ന് പറയുന്നത് ദിക്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇബാദത്തുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആ ദിക്ർ ഏറ്റവും കൂടുതൽ എങ്ങനെ നമ്മൾ ചൊല്ലേണ്ടത്? നോക്കൂ നിങ്ങൾ, നമ്മളൊരു അങ്ങാടിയിലേക്ക് ഇറങ്ങാം. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചാണ് ഇറങ്ങുക. കാരണം എന്താ? റോട്ടിൽ വാഹനങ്ങൾ ഉണ്ടാകും, അതേപോലെ മറ്റു അപകട സാധ്യതകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ചെളി ഉണ്ടാവും, പൊടി ഉണ്ടാകും, അല്ലേ? വാഹനം കൊണ്ടാണ് ഇറങ്ങുന്നത് എങ്കിലോ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കും, ഹെൽമെറ്റ് ധരിക്കും, അല്ലേ? ഇങ്ങനെ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. റമദാന് വരെ നമ്മൾ പള്ളിയിലായിരുന്നു. റമദാന് വരെ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയകളും ഒഴിവാക്കി നമ്മൾ സുരക്ഷിതരായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയ പള്ളിയിൽ നിന്നിറങ്ങിയ ഇഫ്താർ കഴിഞ്ഞ തറാവീഹ് കഴിഞ്ഞ വീട്ടിൽ വിശ്രമം, നേരെ 4:30 വീണ്ടും എഴുന്നേറ്റു, വീണ്ടും നമസ്കാരം, അല്ലേ? അൽഹംദുലില്ലാ, റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ ഒരു ചാൻസ് ഇനി 12 മാസത്തിൽ നമുക്കൊന്ന് കുറയാൻ. അപ്പോ ആ ചെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചെളി തെറിക്കാതിരിക്കാൻ, ആ ചെളി നമ്മുടെ ശരീരത്തിൽ പുരളാതിരിക്കാൻ, അതിൽ നിന്ന് സുരക്ഷിതമാകാൻ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഹദീസിന്റെയും ഖുർആനിന്റെയും അധ്യാപനത്തിൽ പറഞ്ഞതാണ്, ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യന് അവനൊരു ശക്തമായ കോട്ടയിൽ ജീവിക്കുന്നത് പോലെയാണ്. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഒരു ദിക്റാണ്. ഇത് പ്രഭാതത്തിൽ ചൊല്ലിയാൽ 100 തിന്മകൾ മായ്ക്കപ്പെടുകയും 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും അവന്റെ ജീവിതത്തിൽ ആ പകൽ മുഴുവൻ അള്ളാഹു പിശാചിൽ നിന്ന് സുരക്ഷിതത്വം നൽകുകയും 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. ഇന്ന് നമ്മളത് ചൊല്ലിയിട്ടുണ്ട്. ഇനി പെരുന്നാളിൻ്റെ സുദിനത്തിലും അത് ചൊല്ലുമെന്ന് തീരുമാനിക്കണം. അവിടെയാണ് നന്മകൾ നിലനിർത്തുവാനുള്ള താക്കത്ത് നമുക്ക് ലഭിക്കുന്നത്. അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്ന് ഈ ദിക്ർ ചൊല്ലാൻ നമുക്ക് പറ്റിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ ചൊല്ലാൻ പറ്റിയോ? അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി പ്രഭാതത്തിലും പ്രദോഷത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റിയോ? അല്ലേ? അള്ളാഹുവിനോട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ചോദിക്കാൻ പറ്റുന്ന അദ്കാറു സ്വബാഹുണ്ട്, അദ്കാറുൽ മസാ ഉണ്ട്, പ്രഭാതത്തിലെ പ്രാർത്ഥനകളുണ്ട്, പ്രദോഷത്തിലെ പ്രാർത്ഥനകളുണ്ട്. ഈ 2 പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതമാകാനുള്ള മാർഗം. അതുകൊണ്ട് ഈ വിജ്ഞാനവേദിയിൽ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മനസ്സറിഞ്ഞ് ചിന്തിക്കുക. അതിലേതെങ്കിലും പ്രാർത്ഥന എനിക്കറിയില്ല, അസ്ബഹന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അറിയില്ല, നമ്മൾ പഠിക്കുക. നരകമോചനത്തെക്കുറിച്ച് ചോദിക്കുന്ന പ്രാർത്ഥന എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഈ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. 25 ആയുള്ളൂ, 29 വരെ ഇനിയും മനസ്സൊന്ന് മടക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഒന്നാമത് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ വന്ന നന്മകളുടെ വാതിലുകൾ തുറന്നു തന്നെ കിടക്കട്ടെ. ഈ വാതിലുകൾ അടക്കാതിരിക്കുക എന്നതിന് ശേഷം
അതടക്കാൻ ശക്തമായ ശക്തിയുമായി കടന്നു വരുന്ന പിശാചിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നാദാ ഇവനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട എന്ന് പറഞ്ഞ് ആ ശക്തമായ കോട്ടയിലേക്ക്, ആ ശക്തമായ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രാർത്ഥനയോടുകൂടി അദ്കാറുകളോടുകൂടി നമുക്ക് ചെല്ലാൻ പറ്റണം. രണ്ടാമത്, എൻ്റെ സഹോദരങ്ങളോട് ഈ നന്മകൾ നിലനിർത്താൻ നമുക്കുണ്ടാവേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്, എങ്ങനെ ആയാലും ഇനിയും റമളാനിലുണ്ടായ സുരക്ഷിതത്വം ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളറിയാതെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ കാഴ്ചകൾ കൊണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹറാമുകളുടെ, ഫിത്തനകളുടെ, തെറ്റുകളുടെ, പാപങ്ങളുടെ ഒക്കെ അടയാളങ്ങളും പൊടികളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇനിയും സംഭവിക്കാം. കാരണം അത്രമാത്രം തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ കൈവിടല്ലേ, ഇസ്തിഗ്ഫാർ കൈവിടല്ലേ. അസ്തഗ്ഫിറുല്ലാ എന്ന് നമസ്കാരത്തിന് ശേഷം വെറുതെ 3 പ്രാവശ്യം പറയല്ല. ഒന്ന് മനസ്സ് തട്ടി, ഒന്ന് കണ്ണടച്ച്, ഒന്ന് തന്നിലേക്ക് ചുരുങ്ങി, തന്നിലേക്ക് മാത്രം ഒന്ന് ചുരുങ്ങി, തൻ്റെ യൗവനവും, തൻ്റെ കൗമാരവും, തൻ്റെ യുവത്വവും, തൻ്റെ മധ്യവയസ്കതയും, അതിനുശേഷമുള്ള കാലവും ഇന്നലെ വരെ ഒന്നങ്ങ് വിലയിരുത്തി. അവിടെ ചില പൊടികൾ കാണാൻ പറ്റും, അവിടെ ചില ഹറാമുകൾ കാണാൻ പറ്റും, അവിടെ ചില വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കാണാൻ പറ്റും. അവൻ്റെ കയ്യു ചെയ്ത, അവൻ്റെ കാല് ചെയ്ത, അവൻ്റെ മനസ്സു ചെയ്ത, അവൻ നാവ് ചെയ്ത, ചിലപ്പോൾ ആരാരും അറിയാതെ അവൻ രഹസ്യമായി ചെയ്ത പലതും അവൻ്റെ മനസ്സിലേക്ക് മിന്നായം വരും. അവൻ്റെ കണ്ണിൻ്റെ കോണുകൾ നനഞ്ഞ് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി, അതാ ഞാനിതാ തേടുന്നു കേട്ടോ, എനിക്ക് പുറത്തുകൊണ്ട, എൻ്റെ പാപങ്ങൾ പുറത്തുകൊണ്ട് ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് ഇനിയുള്ള ജീവിതകാലം അത്രയും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹുവാണേ സത്യം, ഇന്നീല അസ്തഗ്ഫിറുല്ലാ, കേൾക്കണേ സഹോദരങ്ങളെ, ഇന്നീല അസ്തഗ്ഫിറുല്ലാ, ഇന്നീല അസ്തഗ്ഫിറുല്ലാ വ അത്തൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയും ചെയ്യാറുണ്ട്. ഫിൽ യൗമി അക്സറ മിൻ 70 മറ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഒരു ദിവസം ചുരുങ്ങിയത് 70 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി എന്ന് ഞാൻ പറയാറുണ്ട്. വല്ലാഹ്, അള്ളാഹുവാണേ സത്യം എന്ന് സ്വർഗത്തിന്റെ അവകാശിയായ അള്ളാഹു ഏറെ തൃപ്തിപ്പെട്ട ഒരു പാപവും പ്രവാചകനിൽ ഏൽക്കാത്ത ആ സംശുദ്ധനായ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ പറയാണ്, ഞാൻ അള്ളാഹുവിനോട് 70 തവണ ഒരു ദിവസം ചുരുങ്ങിയത് ചോദിക്കാറുണ്ട് എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ 100 തവണ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊരു 1000 തവണ ഒരു ദിവസം ചോദിച്ചാൽ തികയുമോ നമ്മുടെ പാപങ്ങൾ? ഒരു 10,000 തവണ ചോദിച്ചാൽ പറ്റുമോ? നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് വിനയമുള്ള മനസ്സിന്റെ, തഖ്വയുള്ള മനസ്സിന്റെ അടയാളമായി പറഞ്ഞത് അവൻ സദാ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവനായിരിക്കും. യാത്രകളിൽ, ബൈക്കുകളിൽ, വാഹനങ്ങളിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തപിക്കട്ടെ, നമ്മുടെ മനസ്സൊന്ന് ആർദ്രമാകട്ടെ, നമ്മുടെ കണ്ണുകളൊന്ന് ഈറനണിയട്ടെ. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി, നാദാ ഞാനിതാ മടങ്ങിയിരിക്കുന്നു, ഇനിയില്ല കേട്ടോ, ഞാനിതാ മടങ്ങിയിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാ, അങ്ങനെ ഒരു നല്ല ഗുണം ഉണ്ടായാൽ ഈ ദുനിയാവന്നെ നിങ്ങൾക്ക് തരാനാ. ഇതിലും വലിയ വാഗ്ദാനം വേണോ സഹോദരങ്ങളെ? ഇത് വേണോ? ഇതിലും വലിയ വാഗ്ദാനം നമുക്ക് ആവശ്യമുണ്ടോ? അള്ളാഹിന്റെ റസൂല് പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. ആ വാക്ക് ശ്രദ്ധിക്കണേ. ആരാണോ തൻ്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയത്, അവന്റെ ജീവിതത്തിൽ സ്ഥിരമായി അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടേയിരുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി എന്നവൻ ചോദിച്ചുകൊണ്ടേയിരുന്നത്, ജഅലല്ലാഹു ലഹു ഫി കുല്ലി ളീഖിൻ മഖ്റജ, അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് അള്ളാഹു അവന് വിടുതൽ നൽകുന്നതാണ്, മരുന്നാണ്. അവന്റെ മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നമാണ്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുക, നിങ്ങൾ പറഞ്ഞു നോക്ക്, സ്ഥിരമാക്കി നോക്ക്, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ലീഖുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും അതിനൊരു പോംവഴി, മഖ്റജ് എന്ന പോംവഴി എന്ന പരിഹാരമുണ്ടാക്കി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ,
അവനുണ്ടാക്കുന്ന മനസ്സിന്റെ ക്ലേശമുണ്ട്, ഒരു ഇടുക്കമുണ്ട്, ഒരു സങ്കടം നിറഞ്ഞൊരവസ്ഥ ഉണ്ട്, ഒരു ശ്വാസം കിട്ടായികയുണ്ട്, നെടുനിശ്വാസം വിടലുണ്ട്. അതാണ് ഹമ്മ്. ആരെക്കുറിച്ച് ഓർക്കുമ്പോ? തന്നെ-കുറിച്ച് ഓർക്കുമ്പോ, ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോ, മകളെക്കുറിച്ച് ഓർക്കുമ്പോ, പേരക്കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോ, ജോലിയെക്കുറിച്ച് ഓർക്കുമ്പോ, രോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഒരു ഹമ്മില്ലേ നമുക്ക്? ഒരു വ്യസനമില്ലേ? ഒരു ഇടുക്കമില്ലേ? ഒരു സങ്കടമില്ലേ? അല്ലാഹ് പറയാ, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്ക്. തീർച്ചയായും നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ഫറജ, നിന്റെ ആ പ്രശ്നത്തിന് ഒരു അയവ്, ആ കെട്ടങ്ങട് വിടും, ആ പ്രതിസന്ധി അങ്ങോട്ട് മാറും, നിനക്ക് വല്ലാത്ത ആശ്വാസം ഉണ്ടാകും. അല്ലേ? നമ്മൾ എത്ര കരുതിയാലും ചിലപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടൂല, എത്ര സൗകര്യം ഉണ്ടായാലും ചിലപ്പോൾ ആശ്വാസം കിട്ടൂല, എത്ര നല്ല ഡോക്ടറെടുത്ത് പോയാലും ആശ്വാസം കിട്ടൂല. എന്നാൽ തന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അള്ളാഹിന്റെ കോടതിയിലേക്കൊന്ന് മടങ്ങാൻ തീരുമാനിച്ചു നോക്ക്, കിട്ടും. പിന്നെ മൂന്നാമത്തെ വിഷയം എന്താ അറിയോ? നമ്മളൊക്കെ അള്ളാഹിനെ ചിലപ്പോഴൊക്കെ മറന്നു പോകൽ എപ്പോഴറിയോ? ഈ ദുനിയാവ് ഒന്നും ഇങ്ങനെ ടൈറ്റ് ആകുമ്പോഴാണ്. അല്ലേ? നമ്മളെ ഉപജീവനത്തിലൊരു പ്രശ്നം വരിക, വാഴക്കൃഷി, നെല്ല് കൃഷി, കച്ചവടം, ജോലി, ഒരു 10 ഉറുപ്പ്യൻ്റെ ആവശ്യം വരിക, 1,00,000 ഉറുപ്പ്യക്ക് ഒരു അത്യാവശ്യം വരിക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടൈറ്റാവും. അള്ളാഹിൻ്റെ റസൂൽ പറയണ നോക്ക് സഹോദരങ്ങളെ, ഇതിലും വലിയ ഭാഗ്യമുണ്ടോ? മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരാണോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചത് എങ്കിൽ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത, അവന് പോലും അറിയാത്ത, അതാണ് ആ വാക്കിനർത്ഥം, അവന് പോലും മനസ്സിലാകാത്ത, അവന് പോലും അറിയാത്ത വഴികളിലൂടെ അവന്റെ റിസ്ഖിനെ, ഉപജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുമെന്നാണ്. നിങ്ങൾ ഈ തുടർന്ന നന്മകൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ഞാൻ ഒന്നാമത് പറഞ്ഞത് ദിക്റിന്റെ ബാബുകൾ അടച്ചു പോകരുത് എന്നാണ്. പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷവും, വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും, പള്ളിയിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ നിന്നിറങ്ങുമ്പോഴും, ബാത്റൂമിലേക്ക് കയറുമ്പോഴും ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോഴും, വീട്ടിൽ നിന്ന് വീട്ടുകാരെ ആക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും, വാഹനത്തിൽ കയറുമ്പോഴും, വസ്ത്രം ധരിക്കുമ്പോഴും, ഇങ്ങനെ തുടങ്ങി ഒരു പ്രവാചകൻ നമ്മെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ബന്ധിപ്പിച്ച് നാവ് കൊണ്ട് മനസ്സറിഞ്ഞ് പറയുന്ന ചില ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നു പോലും നഷ്ടപ്പെടില്ലെന്ന് ആത്മാർത്ഥമായി തീരുമാനിച്ചവന് ഈ നന്മയുടെ തുടർച്ച 11 മാസങ്ങളിൽ ഉണ്ടാകും. രണ്ടാമത് പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. റമളാനിന്റെ ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നതോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല, ഇല്ല, അതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ച് ഞാൻ എൻ്റെ വരുന്ന 11 മാസക്കാലം ഈ തുടർച്ചയിൽ തന്നെ ഉണ്ടാകുമെന്ന് തീരുമാനിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മൂന്നാമതായി പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു നിരന്തരമായ പഠനമുണ്ടാവുക എന്നതാണ്. പഠനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്, കാതുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിലൂടെ കേൾക്കുന്ന ഒരു കാര്യത്തെ സ്വീകരിക്കാൻ നമ്മോട് കേൾവിയും കാഴ്ചയും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിരന്തരമായ പഠനം. ആ പഠനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ചില വാക്കുകൾ പറയാം. പഠനത്തിന് ഇതുപോലൊരു ക്രമം വേണം, ഇതുപോലൊരു ക്രമം വേണം. എങ്ങനെയെന്നറിയോ? കുട്ടികളെ 1 മുതൽ തന്നെ തുടർച്ചയുണ്ടാവണം, തുടക്കം മുതൽ ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ദീനി പഠനം കിട്ടി എന്ന് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഇത് പ്രത്യേകം പറയുമ്പോൾ മദ്രസ പഠനം തന്നെയാണ് ഇതിനോട് ചേർത്ത് പറയല്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അല്ലേ? 80 വയസ്സായി 60 വയസ്സായി നമ്മളെ മനസ്സിലിപ്പോൾ ഒരു ജീവിതം, പക്ഷേ അന്നേ ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ശരി, ആ ചിന്തക്കെല്ലാം വിത്ത് പാകേണ്ട സമയം. പേരക്കുട്ടിനെ നോക്കി, മകൻ്റെ കുട്ടിനെ നോക്കി, മകളെ കുട്ടിനെ നോക്കി, നമ്മളെ ചെറുമക്കളെ നോക്കിയിട്ട് അവരുടെ ചെറുമകനോടും മകളോടും നമുക്ക് പറയണം, ഇത് ജീവിതത്തിൻ്റെ തുടക്കമാണ്. നിനക്ക് ദീനിയായ അറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ശരിയായ അഖീദയനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം എന്താ അറിയോ? നമുക്ക് പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോഴാണല്ലോ തെറ്റ് ചെയ്യുക, പിശാച് സ്വാധീനിക്കുക. ആ പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് പറയുന്നത്, നിസ്കാരത്തെക്കുറിച്ച്, അദ്കാറുകളെക്കുറിച്ച്. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറവാ. അവരെല്ലാ തെറ്റിലും പോയി പെടുന്നുണ്ട്. അവർക്ക് ലഹരി എന്താന്ന് പ്രശ്നമില്ല, പ്രണയം എന്താന്ന് പ്രശ്നമില്ല, ഉപ്പെന്താന്ന് പ്രശ്നമില്ല, ഉമ്മ എന്താന്ന് പ്രശ്നമില്ല, പൈസന്റെ വില എന്താന്ന് പ്രശ്നമില്ല, ഒന്നുമില്ല. എന്താ അവരിങ്ങനെ ആയത്? അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടായില്ല. എന്താ പ്രതിരോധ ശേഷി? അത് ശരിയാണ്, ഇത് തെറ്റാണ്, ശരിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, തെറ്റാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്നുള്ള പ്രതിരോധ ശേഷി അവർക്കില്ലാതെ പോയി. അതിന് നമ്മൾ കുറ്റക്കാരാ. രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മൾ കുറ്റക്കാരാണ്. നമ്മൾ കുറ്റക്കാരാണ്. എന്തേ കാരണം?
അവന് ഭൗതികമായ വിദ്യാഭ്യാസം നേടേണ്ടിയിരുന്നു. ഡോക്ടറാണ് നമ്മുടെ മനസ്സിലെ സ്വപ്നം, എഞ്ചിനീയറാണ്, IAS-കാരനാണ്. നല്ല ആഗ്രഹങ്ങളാണ്. നമ്മൾ അത്ര പ്രയാസപ്പെട്ട് പ്രസവിച്ചതല്ലേ, നമ്മൾ അത്ര പ്രയാസപ്പെട്ട് വളർത്തിയതല്ലേ, അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷേ നാളെ മറ്റന്നാ അവൻ അല്ലല്ല എന്ന് പറയുന്നവനാകാൻ പാടില്ല. അവൾ എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് പറയുന്ന ഒരു മകളായി മാറിക്കൂടാ. ഇസ്ലാമിക വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ഒരു മകനോ മകളോ ആയിക്കൂടാ. അതാണ് പ്രധാനം. അതിനെന്ത് വേണം? നമ്മൾ ശരിയായ അഖീദ ലഭിക്കുന്ന, നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ലഭിക്കുന്ന മദ്രസ പഠനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഒരു 3.5 വയസ്സായാൽ തുടങ്ങണം. അവൻ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കണം, ഹദീസ് പരിചയപ്പെടുത്തി കൊടുക്കണം, സഹാബത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, സഹാബ വനിതകളെ പരിചയപ്പെടുത്തി കൊടുക്കണം. അത് കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അവന്റെ ജീവിതം മുന്നോട്ട് വരണം. അക്കൂട്ടത്തിൽ അവൻ പഠിക്കട്ടെ. എങ്കിൽ റഹ്മാനായ റബ്ബ് അവനെ സഹായിക്കും. കാരണം ഇസ്ലാമിക വിപ്ലവം ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് സയൻസിന്റെ അപ്പോസ്തലന്മാർ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും മുസ്ലിമീങ്ങളാണ്. ചരിത്രത്തിന്റെ അപ്പോസ്തലന്മാർ മുസ്ലിമീങ്ങളാണ്. ഈ ലോകത്ത് ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ടായിരുന്നു. എന്തേ കാരണം? അന്ന് ദീനോടൊപ്പം ദീനിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് അവർക്ക് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെയും ചുറ്റുപാടുകളെയും നിരീക്ഷിച്ച് നിഗമനങ്ങളിലെത്തിയ പണ്ഡിതന്മാരായ ശാസ്ത്രജ്ഞന്മാർ മുസ്ലിം ഉമ്മത്തിലുണ്ടായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത്, രസതന്ത്ര രംഗത്ത്, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും നമുക്കും അതുണ്ടാവണം. അതിന് അവർക്ക് മതമുണ്ടാവണം, ദീനുണ്ടാവണം, അള്ളാഹുവിനെ അറിയണം, പ്രവാചകനെ അറിയണം. അതോടൊപ്പം സഹോദരങ്ങളെ, മതവിദ്യാഭ്യാസം, മദ്രസ പഠനം എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല, 6ാം ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല, 8ാം ക്ലാസ്സിലും സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല. കഴിഞ്ഞു എന്നാ പറയാ, അല്ല, കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല. അവിടെയാണ് മദ്രസയോട് കാണിച്ച അതേ ജാഗ്രത നമ്മുടെ CREയിൽ നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കേണ്ടത്. എന്താ CRE? കണ്ടിന്യൂസ് ആയിട്ട് റിലീജിയസ്, മതപരമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വിവരങ്ങളാണ്. ആ വിവരങ്ങളെ വീണ്ടും അവനൊന്ന് പൊടിതട്ടിയെടുത്ത് അവന്റെ മനസ്സിലേക്ക് ഒന്നുകൂടി അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവരാനാണ് CRE. അത് കാണുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ടെന്ന് പറയുന്ന രക്ഷിതാക്കളെ, സമയമുണ്ടാക്കൂ. ഒരു അരമണിക്കൂർ എടുക്കൂ, 1 മണിക്കൂർ എടുക്കൂ. നമ്മുടെ മക്കളൊന്ന് കേൾക്കട്ടെ. പണ്ട് മദ്രസയിൽ പഠിച്ച തൻ്റെ വിഷയങ്ങൾ അവൻ കോളേജിലെത്തിയപ്പോൾ, +2-വിനെത്തിയപ്പോൾ, അവൻ ക്യാമ്പസിലെത്തിയപ്പോൾ അവൻ നിരീശ്വരവാദത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, ദൈവമില്ലെന്ന് കേൾക്കുന്നുണ്ട്, അടിച്ചു പൊളിക്കണമെന്ന് കേൾക്കുന്നുണ്ട്, അന്യപുരുഷന്മാരുടെ സാമീപ്യം ഉണ്ടാകുന്നുണ്ട്, അവർ അവളോട് സംസാരിക്കുന്നുണ്ട്, അവനെ ഇടപെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിന്മകളുടെ ആയിരക്കണക്കിന് വധായനങ്ങൾ അവന് മുമ്പിൽ തുറക്കപ്പെടുന്ന, അവൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന ആ ക്യാമ്പസിന്റെ അവന്റെ ജീവിതത്തിലാണ് അവൻ കണ്ണു തുറക്കേണ്ടത്, അവന്റെ മനസ്സ് തുറക്കേണ്ടത്, അവൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കാരണം ഇതെനിക്ക് പറ്റുമോ? ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്തു സംഭവിക്കും? ഞാൻ ആരായി മാറും? എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? അവൻ അവിടെ ആരും കണ്ടില്ലെങ്കിലും, മാതാവ് അറിഞ്ഞില്ലെങ്കിലും, പിതാവ് അറിഞ്ഞില്ലെങ്കിലും, സുഹൃത്തുക്കൾ പരിഗണിച്ചില്ലെങ്കിലും ലോകരക്ഷിതാവായ അല്ലാഹു അറിയുന്നു എന്ന ശക്തമായ ബോധം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തിരിച്ചു നടത്തമുണ്ട്. അവൾ പറയും ഞാനില്ലടോ, അവൾ പറയും എന്നെ അതിന് കിട്ടില്ല, അവൻ പറയും ഈ ലഹരിക്ക് ഞാൻ അടിമപ്പെടില്ല, ഈ പ്രണയത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഞാൻ എൻ്റെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നു, നാളെയുടെ ലോകത്തേക്ക് തിരിച്ചു പോകണം. ഈ വിവരം എവിടുന്ന് കിട്ടും? ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് ഞാനും നിങ്ങളും ശീതീകരിച്ച നമ്മുടെ ക്യാമ്പസ് കലാലയങ്ങളിലെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ വരാന്തകളിലോ അതിലെ ക്ലാസ് മുറികളിലോ മണിക്കൂറുകൾ അവനോട് സംസാരിക്കുന്ന അധ്യാപകരിൽ നിന്നോ അവന് ലഭിക്കില്ല സുഹൃത്തുക്കളെ. അവനറിയില്ല. അവിടെയാണ് എൻ്റെ മകനെ ആ ക്യാമ്പസിൽ നിന്നൊന്ന് മെല്ലെ ഇറക്കി 1 മണിക്കൂറെങ്കിലും ആ നാട്ടിലുള്ള, ആ പ്രദേശത്തുള്ള CREയിലൊന്ന് ഇരുത്താൻ നമ്മൾ തയ്യാറാണ്ടത്. അവനവിടെ കേൾക്കും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന വാക്ക് അവൻ അവിടെ കേൾക്കും. സൃഷ്ടാവിന് മനസ്സിലാകും. സൃഷ്ടാവിനൊരു സൃഷ്ടിക്ക് മനസ്സിലായാൽ അവന്റെ നെറ്റിത്തടങ്ങൾ സുജൂദിൽ വീഴുക തന്നെ ചെയ്യും. നമ്മുടെ മക്കൾ അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ ഒരു ഉത്തരവാദിത്വം നാം നിർവഹിക്കേണ്ടതുണ്ട്. മാത്രമല്ല വിശ്വാസികളെ, ഈ നന്മകൾ നിലനിൽക്കണം, ഈ നിലനിർത്തണം എന്നല്ല പറയുന്നത്. ശരി, നിങ്ങളെ ഈ സ്റ്റാറ്റസ് മാളിന്റെ ഈ 3ാമത്തെ നിലയിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതാണ് അല്ലേ? ഇതിന് വിളിക്കാൻ കുറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊന്നുമില്ല എന്ന് വെച്ചാൽ ആരും കിട്ടത്തൂല.
അതെ, ആ വിളിച്ചു കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ തുടർച്ച എങ്ങനെ ഉണ്ടാവുക സഹോദരങ്ങളെ? നിങ്ങൾ പരിശ്രമിക്കണം. അതിനാണ് നമ്മളെല്ലാ യൂണിറ്റിലും യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. അവരെ പണി എന്താണെന്നറിയോ? എടുക്കേണ്ട പണി എന്താണെന്നറിയോ? ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLS. ഖുർആനും പഠിക്കണം, ഹദീസും പഠിക്കണം. ഒരു മഗ്‌രിബിന് ശേഷം ഒരു ഇശാഇൻ്റെ ഇടയിൽ ഈ ഖുർആൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും എന്തായാലും ഇരിക്കും എന്ന് തീരുമാനിക്കണം. എവിടെയാണോ പറ്റുക അവിടെ ഞങ്ങളുണ്ടാകും. ഞങ്ങൾ ഉണ്ടായേ തീരൂ. ഏതുപോലെ നോമ്പ് തുറക്കാൻ വെള്ളം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു മുഅ്മിനിന്റെ മനസ്സുണ്ട്. എന്താണ്? റഹ്മാനെ, നീ ഹലാലാക്കി വെള്ളം കുടിക്കാൻ ഇത്രയും തടസ്സമാണ് എനിക്ക്. കുടിക്കാൻ നല്ല പൂതിയ, പക്ഷേ നീ ഒരു അനുവാദം തരണല്ലോ. എന്താ അനുവാദനം? അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലേ? ആ ചുണ്ടോട് വെക്കാനുള്ള ഒരു അനുവാദമുണ്ടല്ലോ. അതെ, അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു തിങ്കളാഴ്ചയുടെ മഗ്‌രിബ്, ഒരു ബുധനാഴ്ചയുടെ മഗ്‌രിബ്, ഒരു വ്യാഴാഴ്ചയുടെ മഗ്‌രിബ് എൻ്റെ ദീന് എൻ്റെ ചുണ്ടോട് ചേർക്കാൻ, അതിൻ്റെ തെളിനീര്, ആ തെളിഞ്ഞ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ കൽപ്പനകൾ എനിക്ക് ആവർത്തിച്ച് ആഹ്ലാദത്തോടു കൂടി ഇറക്കുവാനുള്ളതാണെന്ന് തീരുമാനിച്ച് പോരി മോളെ നീ കയറ് എന്ന് പറഞ്ഞ് നമ്മുടെ കാറുകൾ, നമ്മുടെ സ്കൂട്ടറുകൾ, ഓട്ടോറിക്ഷകൾ ഖുർആൻ പഠിക്കുന്നിടത്തേക്ക് എത്തണം. എങ്കിലേ സുഹൃത്തുക്കളെ 11 മാസം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങൂ. എങ്കിൽ മാത്രമേ ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നമ്മുടെ മനസ്സുകളിലേക്ക് വെളിച്ചമായി കടന്നു വരികയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്നെന്തെന്നറിയോ? നമ്മൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന എന്തിനുണ്ടാക്കിയതാ? എന്താ നമ്മളെ ലക്ഷ്യം? നമുക്കിവിടെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി നിർത്താൻ പരിപാടി ഉണ്ടോ? ഇല്ലല്ലോ. വാർഡിൽ നിർത്താൻ പരിപാടി ഉണ്ടോ? ഇല്ല. ഇനി ആരോടെങ്കിലും ശണ്ട കൂടാൻ പരിപാടി ഉണ്ടോ? ഇല്ല. നമ്മൾ ആകെ തീരുമാനിച്ചത് ഒതുങ്ങിക്കൂടാനാണ്. അല്ലേ സഹോദരങ്ങളെ? നമ്മൾ ഒതുങ്ങാനാ തീരുമാനിച്ചേ. ഒതുങ്ങിയിട്ട് എവിടെ പൊന്താനാ തീരുമാനിച്ചേ? അള്ളാഹിന്റെ ദീനിൽ പൊന്താനാ തീരുമാനിച്ചേ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. സാരല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായാൽ മതി, റഹ്മാനായ റബ്ബിന് ഇഷ്ടമുണ്ടായാൽ മതി. കാരണം എന്താ അറിയോ? ഹറാമുകളൊക്കെ ഹലാലായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് സിനിമയും പാട്ടും മ്യൂസിക്കും ഒക്കെ എല്ലാവർക്കും ഹലാല. നല്ല പർദ്ദട്ട് പിന്നെ എല്ലാം നടക്കുന്ന ഇസ്ലാമികമായി നിസ്കരിക്കൊക്കെ ചെയ്യണവർക്കൊക്കെ ഹലാല. അപ്പൊ നമ്മൾ പറയാം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ കടുപ്പിക്കുന്ന വിഷയം, മാറിയിട്ട് ഖുർആനൊക്കെ വരെ ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒതുക്കണ്ടല്ലോ. നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു ഒതുക്കുണ്ട്. എന്താണ്? കുറേ മനുഷ്യനെ ചിരിപ്പിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. റീൽസ് വന്നതോടുകൂടി ആകെയുള്ളൊരു കാര്യം, മുസ്ലിം നാമധാരികളായ കുറേ കാക്കമാരും കോയമാരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു വൃത്തിയില്ലാത്ത വർത്തമാനം പറയുന്നിട്ട് അതിന് നമ്മളിങ്ങനെ ചിരിക്കുക. ഇതാ ഇന്നത്തെ കാലം. കസ്റത്തുൽ ദഹിക്. മനുഷ്യരെ, നിങ്ങൾ അമിതമായി ചിരിച്ചാണ്ടല്ലോ നിങ്ങളെ മനസ്സ് കടുത്തു പോകൂട്ടുന്ന, പിന്നെ ഒരു നന്മയും കേൾക്കൂല. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ വലിയ അപകടം. ശൈത്താൻ എന്ന് പറഞ്ഞാല് നമ്മളെ മുമ്പൊക്കെ കുപ്പായിട്ട് വരുന്നില്ല. ശൈത്താൻ ഇങ്ങനെ വരിക, കാണാത്ത രൂപത്തിൽ അല്ലേ, ഇങ്ങനെ മാന്തിരിക്കുക അല്ലേ. ഇന്നത്തെ കണക്കെടുപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ മനുഷ്യർ 3 മുതൽ 4-5 മണിക്കൂർ വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. എന്നിട്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് അതിങ്ങനെ കൊമ്പങ്കാട് കോയും അതുപോലത്തെ തോന്നിവാസങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ വലിയ ആഘോഷമാക്കി എടുത്തിട്ട് ചിരിച്ച് വയറ് കൊളത്തിയിട്ട് ബാങ്ക് കൊടുത്തൂലേ എന്നിട്ട് അടുത്ത് വെച്ചിട്ട് പോയിട്ട് അത്തഹിയാത്തു അല്ലേ. ഈ വിരലോണ്ട് എന്തൊക്കെ സാക്ഷി പറയേണ്ടി വരും നാളെ പരലോകത്ത്. ഉണ്ടോ? ശൈത്താൻ കൊണ്ടുപോയി വെച്ചതാ ഇത്. എന്തിനറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, നിസ്കാരത്തിൽ ചൂണ്ടാലെ ഈ വിരല് സാക്ഷി പറയുന്നത്. എന്തിനാ സാക്ഷി പറയാ? അതുകൊണ്ടൊരു തീരുമാനം വേണം. തീരുമാനിച്ചേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരലോകത്ത് ഗുണമില്ലാത്ത ഒന്നും കേൾക്കില്ല, ഒന്നും കാണില്ല, ഒന്നും അറിയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മേക്കാൾ വലിയ അപകടത്തിലാണ് ഇന്ന് അകപ്പെട്ടിട്ടുള്ളത്. എന്താ പരിഹാരം? നെറ്റ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെ വീട്ടിൽ 5-6 കണക്ഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു മാസത്തിൽ എത്ര ചെലവ്, അതൊക്കെ ഇനിയും നിലനിൽക്കും. പക്ഷേ അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഫോണിൻ്റെ ആപ്പിലൊന്ന് തപ്പുക, അവിടെ ഒരു ജമീൽ ആപ്പ് കിട്ടും. ആരൊക്കെ ഫോണിലാണ് ജമീൽ ആപ്പ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ച് കൈപൊക്കിക്കേണ്ട രംഗാണിപ്പത്. ജമീൽ എന്ന ആപ്പ് ഉണ്ട്. ഈ റമദാനിൽ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം.
പലരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അതിലെ വീഡിയോകളുണ്ട്, ഓഡിയോകളുണ്ട്, പാട്ടുകളുണ്ട്, ദുറൂസുകളുണ്ട്, ചരിത്രപാഠങ്ങളുണ്ട്. ഹേയ്, ധന്യമാണ്, നിറഞ്ഞു കിടക്കുക അള്ളാഹുവിൻ്റെ ദീൻ. നിങ്ങൾക്ക് അറബി അറിയോ? വേണ്ടല്ലോ, നിങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് സമയം ഉണ്ടായാൽ മതി. അതൊന്ന് തുറന്നു വെച്ച് അതിൻ്റെ ശീർഷകങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് കേൾക്കുക. പിന്നെന്താ വേണ്ടത്? പീസ് റേഡിയോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരണോ? പീസ് റേഡിയോ നമ്മളതാന്ന് അഭിമാനത്തോടു കൂടി പറയും. പക്ഷേ റമദാനിന് മുമ്പ്, റമദാൻ അവിടെ നിൽക്കട്ടെ, റമദാനിന് മുമ്പ് ഞാനും നിങ്ങളും പീസ് റേഡിയോ കേൾക്കാനെടുത്ത സമയത്രേ വളരെ കുറവാ. ചിലപ്പോൾ അതിൽ പാട്ട് കേൾക്കാൻ, മ്യൂസിക് ഇല്ലാത്തൊരു പാട്ട് കേൾക്കാൻ തുറന്നു വരും. പക്ഷേ അതിൽ സ്ഥിരമായി സ്നേഹക്കൂടുണ്ട്. കേട്ടിട്ടുണ്ടോ? സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? അവിടെ ഖുർആൻ വസന്തമുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്ഥിരമായി അവിടെ ഖുർആനിന് പ്രത്യേക ചാനലുണ്ട് പീസ് റേഡിയോയിൽ, കേൾക്കാറുണ്ടോ? വിവിധ കാര്യങ്ങളുടെ സുന്ദരമായ ഖുർആൻ പാരായണം. അവിടെ ഓൺലൈനിൽ നടക്കുന്ന ധാരാളം ഖുർആൻ പഠന പദ്ധതികളുണ്ട്. 500 പോലെ. നിങ്ങൾ പരീക്ഷ എഴുതാറുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഞാൻ പറയണെന്താ അറിയോ? ഇതേ വെറുതെ വിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ കാണിക്കണ്ടാക്കിയതല്ല, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഈ ഇരിക്കണ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, രക്ഷിതാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്തിനറിയോ? നമ്മൾ ഈ തെറ്റാതെ ഈ നന്മയുടെ വഴിയിൽ തന്നെ തുടർച്ചയായി മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഈ മേഖലയിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാലോചിക്കണം. യാത്രയിലെ കൂട്ടുകാരൻ മ്യൂസിക്കുള്ള സിനിമ പാട്ടായിക്കൂടാ, യാത്രയിലെ കൂട്ടുകാരൻ സിനിമകളായിക്കൂടാ, യാത്രയിലെ കൂട്ടുകാരൻ അടിച്ചുപൊളി മ്യൂസിക് ആയിക്കൂടാ. മറിച്ച് യാത്രയിലെ കൂട്ടുകാരൻ ദീനിനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളായിരിക്കണം, ദീനിനെക്കുറിച്ചുള്ള അറിവുകളായിരിക്കണം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായങ്ങളായിരിക്കണം. മാറാൻ തയ്യാറുണ്ടോ? എങ്കിൽ ഈ നന്മകൾ നിലനിൽക്കും. അല്ലേ പെരുന്നാളോട് കൂടി ഈ ശുഷ്കാന്തിയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. 4ാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾക്ക് അൽ ജമാഅത്ത് നിർബന്ധമാണ്. എന്താ ജമാഅത്ത്? ഈ ഇരുത്തം. നിങ്ങൾ എവിടെ പോയാലും ഒറ്റക്കാകരുത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നമാ യഅകുലു അദ്ദിഉബു മിനൽ ഗനമിൽ ഖാസിയ. ഒറ്റക്ക് നിൽക്കുന്ന ആടുകൾ ഉണ്ടാവും, കൂട്ടത്തിൽ നിൽക്കുന്ന ആടുകളാണ് എപ്പോഴും ഉണ്ടാകുക. അപ്പം അതിൻ്റെ കൂടെ ആരുണ്ടാവും? ആട്ടിടയനുണ്ടാവും. എന്നാൽ ചില ആടുകൾ ഒറ്റക്കൊറ്റക്കിന് കയറിപ്പോവും. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് കയറിപ്പോകുന്ന ആടുകളെയാണ് ചെന്നായ ആട്ടിപ്പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഒറ്റക്കായാലേ നമ്മളെ പിശാച് പിടികൂടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒറ്റക്കായാലും പ്രശ്നം എന്താ അറിയോ? നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് ജീവിതത്തിൽ നന്മകളല്ല ചിന്തിക്കുക, രണ്ടാമൻ പിശാചുണ്ടാവും. ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്കാന്ന് സാഹചര്യം ഉണ്ടായാൽ മൂന്നാമത് ശൈത്താനുണ്ടാവും. എല്ലാ ഹറാമും അവിടെ സംഭവിക്കുമെന്ന് പറയാൻ കാരണം ഇതാ. അവിടെയാണ് നമ്മൾ ചിലപ്പോൾ കട്ടിലിൽ കയറിന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റക്കാണ സമയത്ത് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റക്കാകാത്ത സമയം, വീട്ടിലാണോ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി കാര്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ ഏർപ്പാടിലായിരിക്കണം. ഒറ്റക്കാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലോ? ഒറ്റക്കാകുക എന്ന് പറഞ്ഞാൽ മനസ്സൊറ്റക്കാകലാണ്. മനസ്സൊറ്റക്കാകുക, മനസ്സ് ഒറ്റക്കായാൽ അവിടെ ശൈത്താൻ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടോ, ജബൽ തിഹാമത്തിൻ ബിള. ഇന്നലെ ഹദീസ് പാഠം പഠിച്ച ആ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഉമ്മത്തിൽ നിന്ന്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി പറയാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഉമ്മത്ത് ഉണ്ടാവും. എൻ്റെ സമുദായത്തിൽ നിന്നൊരു സമുദായം ഉണ്ടാവും. അവരെ പ്രശ്നം എന്താ അറിയോ? അവര് ജബൽ തിഹാമത്തിൻ ബിള, വെളുത്ത ജബൽ തിഹാമ പർവ്വതത്തിന്റെ അത്ര വലുപ്പത്തിൽ അവർ നന്മ ചെയ്യുന്നതാണ്. ആ നന്മന്റെ വലുപ്പം പറഞ്ഞുതരാം. നിങ്ങൾ രാത്രി എഴുന്നേറ്റ്, ഇപ്പം നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലേ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചില്ലേ, സഹോദരങ്ങളെ തറാവീഹ് നിസ്കരിച്ചില്ലേ, അതുപോലെ അവരെല്ലാ ഇബാദത്തിലും മുഴുകിയിട്ട് അവരുടെ അമലുകൾ മുഴുവൻ അവരെടുത്തുണ്ടാകും. എന്നിട്ട് അള്ളാഹു സ്വീകരിക്കപ്പെടുമാറ് ധാരാളം നന്മകൾ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്.
പക്ഷേ റഹ്മാനായ റബ്ബിന് അവരുടെ ഒരു സുബ്ഹാനല്ലാഹ് വേണ്ട, ഒരു നമസ്കാരം വേണ്ട, ഒരു നോമ്പ് വേണ്ട, ഒരു സക്കാത്ത് വേണ്ട, ഒരു ഖുർആൻ ക്ലാസ് വേണ്ട, ഒന്നും വേണ്ട. ഉടനെ സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തേ ഇവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ? ഇവരുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കപ്പെടാതെ പോയത് എന്തേ? അക്കൂട്ടത്തിൽ പെടാതിരിക്കാനൊന്ന് ഉപദേശിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. സഹാബത്തിന്റെ പിന്തുടർച്ചക്കാരാരാ സഹോദരങ്ങളെ? നമ്മളാണ്. റസൂലുള്ളാഹി പറയാ, അവർ നിങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. മാത്രല്ല, അവർക്കൊരൊറ്റ ദോഷം ഉണ്ടായത്, ഇദാ ഹലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകുഹാ, അവർ ഒറ്റക്കാകുമ്പോ, അവരുടെ മനസ്സൊറ്റക്കാകുമ്പോ, ഇദാ ഹലൗ ഒറ്റക്കായി തീർന്നാൽ, ബിമഹാരിമില്ലാ ഹറാമുകളൊക്കെ ഇൻതഹകുഹാ അവർ അവരുടെ ജീവിതത്തിൽ സുലഭമായി പ്രവർത്തിക്കുമെന്നാണ്. ധാരാളമായി തെറ്റുകൾ പ്രവർത്തിക്കും. ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവന്റെ സ്വകാര്യതയിൽ ഹറാമുകൾ ധാരാളമായി ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിന് പരിഹാരം ഞാൻ പറഞ്ഞത്, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾക്ക് ജമാഅത്ത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാണ്, ജീവിതത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ ആയിരിക്കണം. അല്ലാഹു പറയാ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെയായിരിക്കണം. ആരെ വിളിച്ചത്? യാ അയ്യുഹന്നാസ് എന്നാണോ? അല്ല, അല്ല, അല്ല കൂട്ടരെ, അല്ലാഹു വിളിച്ചത് നമ്മളെയാണ്. കാരണം എന്താ അറിയോ? നമ്മൾ പേക്കും ചിലപ്പോ. ഇതൊക്കെ ചെയ്തിട്ടേ മരിക്കാൻ നേരത്തെ ഇതൊന്നും ഫലം കാണാതെ പോകും. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, അല്ലാഹനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്വയോട് കൂടി നിങ്ങൾ ജീവിക്കണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആൻ പഠനം, പാരായണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവണം. അതോടൊപ്പം വക്കൂനു, നിങ്ങളായിരിക്കണം അസ്വാദിഖീൻ, സത്യസന്ധരായ ദീനിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ. അതിനാ ജമാഅത്ത് നിസ്കാരം ഉണ്ടായത്. 5 നേരം പള്ളിയിൽ എല്ലാവരും എത്തണം. അപ്പൊ എല്ലാവരും കാണും, എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കും, എല്ലാവരും സ്നേഹാന്വേഷണങ്ങൾ നടത്തും. നമുക്ക് വേറിടാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധയോട് കൂടി കാണണം. നോക്കൂ നിങ്ങൾ, അതിനെന്താ വേണ്ടതെന്നറിയോ? ഇപ്പം നമുക്കില്ല ഈ നന്മ ഉണ്ടായത് എന്താ അറിയോ? നമ്മൾ കുറേ തിന്മകൾ മാറ്റി വെച്ചപ്പോഴാണ്, അല്ലേ? കുറേ കൂട്ടുകാരെ നമ്മൾ ഒഴിവാക്കി, മൊബൈൽ ഫോൺ ഒഴിവാക്കി, തെറ്റായി ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ ഒഴിവാക്കി. അങ്ങനെ മാറിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആയത്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. കൂട്ടുകാരൻ എന്താണോ സ്വഭാവം അതായിരിക്കും. അത് മാറ്റി ദീനുള്ള ഒരാളുടെ കൂടെ അവൻ ജീവിക്കണം. ഫൽയൻദുർ, അവൻ നോക്കട്ടെ, അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും, മൻ യുഹാലിൽ, ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന് അവൻ നോക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ദീന് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞ ഇബാദത്തുകൾ ചിട്ടയുണ്ടാവുകയും അദ്കാറുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും ദീനി നിഷ്ഠയുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഉണ്ടായിത്തീരുകയും ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയും അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബ് ഇലൈഹി, നാഥനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. പൂർവികരായ പണ്ഡിതർ പറഞ്ഞതുപോലെ, ഒരു റമളാൻ കയ്യൊതുങ്ങിയവന് അടുത്ത റമളാൻ വരെ അവൻ്റെ ജീവിതം ധന്യമായിരിക്കും. ഇനിയും നമുക്ക് സമയമുണ്ട് സഹോദരങ്ങളെ. ഇന്ന് 25ആണ്, 26ഉണ്ട്, 27ഉണ്ട്, 28ഉണ്ട്, 29 നമ്മുടെ മുമ്പിലുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് നടക്കാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുന്ദരമായ പാതയിലൂടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ചും ഉൾക്കൊണ്ടും ജീവിതത്തിൽ എനിക്കൊന്ന് മാറണമെന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിൻ്റെ പള്ളികളാകുന്ന പ്രകാശ കേന്ദ്രങ്ങളിലേക്ക് മനസ്സടുപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ ഏറെ അനുഗ്രഹിച്ച റഹ്മാനായ റബ്ബ് മരണം വരെ, മരണത്തിന് ശേഷവും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ, ക്ഷമിക്കാനുള്ള കഴിവ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അള്ളാഹു അവരുടെ ഖബർ
കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പശ്ചിമേഷ്യ മുഴുവൻ പ്രതിസന്ധിയിലാണ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ വിളിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് ആ നാട് മുഴുവൻ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുകയും സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ഒരു മാളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇതിൻ്റെ സംഘാടകർ വല്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. അവരാരും നാളെ അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, നമ്മുടെ വിജ്ഞാന വേദികളൊക്കെ ധന്യമാണ്. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഇടപെടലും വളരെ ധന്യമാണ്. സംഘാടകർ വളരെ ആത്മാർത്ഥമായി നമ്മെ ക്ഷണിച്ചപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. വന്നവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നാളെ സ്വർഗമായി നൽകുമാറാവട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഭംഗിയായി ജീവിക്കാൻ, എല്ലാവർക്കും മുമ്പിൽ നന്മയുള്ള മനുഷ്യരായി, അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗ്ഗം ലഭിക്കുന്ന മുഅ്മിനുകളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ.